അങ്ങനെ നന്ദന ഭരണത്തിൽ കയറിയിരിക്കുകയാണ്. ഗ്രൂപ്പുകളൊക്കെ തിരിച്ച് പൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരു മനുഷ്യരെ മിണ്ടാനും സമ്മതിക്കുന്നില്ല, അനങ്ങാനും സമ്മതിക്കുന്നില്ല. മൊത്തം ഭരണമാണ്, കൊലമാസാണ് കാണിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് നെഗറ്റീവ് ആവാതിരുന്നു കഴിഞ്ഞാൽ കൊള്ളാം. പുറത്ത് സൂപ്പറായിരിക്കും. വീടിനകത്ത് നന്ദനയ്ക്കെതിരെ ഒരു പടയൊരുക്കം ഇളവുന്നുണ്ട്. കാരണം വീട്ടുകാർക്കൊന്നും അങ്ങനെ അധികം പിടിക്കുന്നില്ല. എല്ലാവരും ഇങ്ങനെ തത്തി കളിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ആർക്കും അങ്ങനെ അധികം ദഹിക്കുന്നില്ല. നന്ദന പറയും പോലെയൊക്കെ നമ്മൾ കേൾക്കണോ? നന്ദന ക്യാപ്റ്റൻ അല്ലേ? ബിഗ് ബോസ് സീസൺ 6 ആദ്യത്തെ സ്വതന്ത്ര ക്യാപ്റ്റനാണ് നന്ദന. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഗ്രൂപ്പുകളൊക്കെ തിരിച്ചു. കുക്കിംഗ്, വെസല്, ഫ്ലോറ്, ബാത്റൂം, അങ്ങനെയായി. പവർ റൂം പോയി, പീപ്പിൾ റൂമാണ്. ഇത്രയും നേരം കണ്ടന്റ് ഒന്നും ഉണ്ടായില്ല. ഇപ്പോഴാണ് ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വിളിച്ചപ്പോഴാണ് വല്ലതൊക്കെ ഉള്ളത്. എന്താണ് ലൈവിൽ നടക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ നന്ദനയ്ക്ക് ക്യാപ്റ്റൻസിയുടെ ബാൻഡ് കൊടുക്കാൻ പറയുകയാണ്. ഋഷി കൊടുക്കുന്നു. പിന്നീട് ബിഗ് ബോസ് പറയുന്നു, ബിഗ് ബോസ് സീസൺ 6 ആദ്യത്തെ പവർ റൂമിൻ്റെ കീഴിലുള്ളതല്ലാതെ ഉള്ള സ്വതന്ത്ര ക്യാപ്റ്റനാണ് നിങ്ങൾ. ഉത്തരവാദിത്തം ഇരട്ടിയാണ്. കുക്കിംഗ് ടീം, വെസൽ ടീം, ഫ്ലോർ ക്ലീനിങ് ടീം, ബാത്റൂം ടീം എന്നിങ്ങനെ 4 ടീമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറയുന്നു. ജോലി അനുസൃതമായിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. പഴയതുപോലെ ടീം അംഗങ്ങൾ 4, 3 അങ്ങനെയൊന്നും വേണ്ട. നിങ്ങളുടെ ഇഷ്ടത്തിന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ സായി, സിജോ, അപ്സര ഇവർക്ക് 3 പേർക്കും വയ്യാത്തത് കൊണ്ടാണ് അവരെ പിടിച്ച് ബാത്റൂമിലെടുത്ത. വലിയ പണിയൊന്നും ഇല്ല എന്ന് പറയുന്നു. സായി ആണ് ക്യാപ്റ്റൻ. ദെൻ ഫ്ലോർ ക്ലീനിങ്ങിലേക്ക് ജാസ്മിൻ, അഭിഷേക്, അർജുൻ. അഭിഷേകാണ് ഇതിനകത്ത് ക്യാപ്റ്റൻ. വെസലിലേക്ക് ജിൻഡോയും റസ്മിനും. ജിൻഡോ ക്യാപ്റ്റൻ. കുക്കിങ്ങിലേക്ക് ഋഷി, ശ്രീതു, നോറ, അൻസിബ. അതിനകത്ത് ഋഷി ക്യാപ്റ്റൻ. നമ്മുടെ പഴയ ബിഗ് ബോസ് പോലെ വേറെ മാറ്റമൊന്നുമില്ല. പവർ റൂമൊക്കെ എടുത്ത് കളഞ്ഞല്ലോ. അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് ഇവിടെ ഇനി 4 റൂമും 4 ടീമുകൾക്കുള്ളതാണ്. ക്യാപ്റ്റന് തീരുമാനിക്കാം ആരൊക്കെ ഏതൊക്കെ ടീം ഏതൊക്കെ റൂം വേണമെന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറയുന്നില്ല. അതായത് ഒരു ടീമിനൊരു റൂം കൊടുത്തു എന്ന് കരുതിക്കൊണ്ട് അപ്പുറത്തെ റൂമിൽ പോയി കിടന്നുകൂടാ, അങ്ങനെയൊന്നും ഇല്ല. കിടക്കാം, ഇഷ്ടമുള്ളടുത്ത് കിടക്കാം, അങ്ങനെയാണ്. കാരണം ബിഗ് ബോസ് കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പം നന്ദന ചോദിക്കുകയാണ്, റൂം മാറിക്കിടക്കാൻ പറ്റുമോ? അപ്പോഴും ബിഗ് ബോസ് ഓരോ ടീമിനും ഓരോ റൂമാണ്, ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ കുക്കിംഗ് ടീമിന് നമ്മുടെ പവർ റൂം കൊടുക്കുകയാണ്. പീപ്പിൾ റൂം എന്ന് പറഞ്ഞിട്ട് പവർ റൂം കൊടുക്കുകയാണ്. അത് ശ്രീധുവിന് താമരക്കട്ടിൽ കിടക്കണമെന്ന് ഭയങ്കര ആശയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് കൊടുക്കുന്നത്. ബാത്റൂം ടീമിന് ടണലാണ് കൊടുക്കുന്നത്. അതിൻ്റെ കാരണം പറയുന്നത് ഇപ്പം അപ്സരയ്ക്ക് വയ്യ, സായിക്ക് വയ്യ. അപ്പോൾ അവരുടെ ലഗേജ് ഓൾറെഡി ടണൽ റൂമിൽ ഇരിക്കുകയാണ്. സിജോയുടെ ലഗേജും കൂടി അവിടെ കൊണ്ടുവച്ചാൽ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വയ്യാത്തതല്ലേ എന്നാണ് പറയുന്നത്. ഫ്ലോർ ടീമിൽ അവർക്ക് കൊടുക്കുന്ന നെസ്റ്റ് റൂമാണ്. വെസൽ ടീമിന് കൊടുക്കുന്നത് ഡെൻ റൂമാണ്. പിന്നെ ബിഗ് ബോസ് ക്യാപ്റ്റന് ഏത് റൂമിൽ വേണമെങ്കിലും കിടക്കാമെന്ന് പറയുന്നു. പിന്നീടാണ് നന്ദന പറയുന്നത്, ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്നോട് പറയണം. എനിക്ക് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രം നമുക്ക് വീക്കെൻഡിൽ ലാലേട്ടനോട് പറയാം. ഓക്കെ. ഫ്ലോർ ക്ലീനിങ് ടീം ആയി കഴിഞ്ഞാലും തറയിൽ ഓരോന്ന് ടിഷ്യൂ ഒക്കെ വീണ് കിടക്കുമ്പോൾ നിങ്ങൾ അവരെ മണ്ടയിൽ ഇത് ആരാ പറക്കിയിട്ടത്, ആരാ ചെയ്തത്, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തത് ചോദിക്കാൻ പോകണ്ട. എങ്കിൽ അതിനെ നേരം വരുള്ളൂ. നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ എടുത്ത് മാറ്റുക. നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക. അല്ലാതെ അവർ ചെയ്തു ഇവർ ചെയ്തു പറഞ്ഞാൽ അവരെ മണ്ടയിൽ തട്ടിക്കയറാൻ പോകേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല. അടുത്ത് വെസൽ ടീം ഈ പറയുന്ന പോലെ അവരവരുടെ ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ കഴിപ്പിക്കുക. നിങ്ങളുടെ പണികൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ സ്റ്റൗവിൻ്റെ അവിടുത്തെ ക്ലീനിങ്ങുകളെല്ലാം കുക്കിംഗ് ടീം തന്നെ നോക്കണം. അവിടുത്തെ ഓരോരുത്തരുടെ കപ്പും ഗ്ലാസ്സും എല്ലാം അവരവർ തന്നെയാണ് എടുക്കുന്നതെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡൈനിങ് ക്ലീൻ ചെയ്യാനുള്ളത് വെസൽ ടീമാണ്. അത് അവരുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അല്ലാതെ ഫ്ലോർ ക്ലീനിങ് ടീമൊന്നും അതൊന്നും ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല. പിന്നെ വൃത്തിയും വെടിപ്പോ എന്ന് പറഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. പിന്നെ ഓരോ കുക്കിംഗ് ടീം വെസൽ ടീമിനോട് അത് ഇത് ചെയ്യുമെന്ന് പറയണ്ട. ഫ്ലോർ ക്ലീനിങ് ബാത്റൂം ക്ലീനിങ്ങിൻ്റെ അടുത്ത് അത് ഇത് ചെയ്യുമെന്ന് പറയണ്ട. ഇവിടെ ആജ്ഞാപിക്കാൻ ഞാൻ ഉണ്ട്. ഇവിടെ വേറെ ആരും ആജ്ഞാപിക്കണ്ട. പിന്നെ മോർണിംഗ് ആക്ടിവിറ്റി ഇവിടെ വിളിക്കുന്ന സമയത്ത് പലരും കുളിക്കാൻ കയറണം എന്നുള്ളൊരു അതിരാവിലെ എണീറ്റ് കുളിക്കണം. അല്ലാതെ ഇവിടെ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് അവരെ കാത്തു നിൽക്കാനൊന്നും പറ്റത്തില്ല. ഒന്നുകിൽ മോർണിംഗ് ആക്ടിവിറ്റിക്ക് മുമ്പ് ഒരുപാട് മുമ്പ് നിങ്ങൾ കുളിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം കുളിക്കാം. അതിനിപ്പോൾ ആരായി കഴിഞ്ഞാലും ശിക്ഷ എടുക്കുന്നതാണ്. ഞാൻ എന്ത് ശിക്ഷ പണിഷ്മെൻറ്റ് നിങ്ങൾക്ക് തരും പറയുന്ന കേട്ടില്ല എന്നുണ്ടെങ്കിൽ ലിവിംഗ് റൂമിൽ വന്നിരുന്ന് വള അലയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ പറയും എന്ന് പറയണം. അപ്പോൾ നന്ദനയുടെ ഭരണം കൊള്ളാം. ബാത്റൂമിൽ എപ്പോൾ മുടി കിടന്നു കഴിഞ്ഞാൽ ഞാൻ വന്ന് അവരുടെ അടുത്ത് ക്ലീൻ ചെയ്യാൻ പറയും. നിങ്ങൾ ക്ലീൻ ചെയ്തിരിക്കണം. നിങ്ങൾ എന്നെയാണ് അനുസരിക്കേണ്ടത്. ഞാനാണ് ക്യാപ്റ്റൻ. നന്ദന കൊള്ളാം, സൂപ്പറായിട്ട് വരുന്നുണ്ട്. പക്ഷേ തുടക്കത്തിൽ തന്നെ അങ്ങോട്ട് പോരാ. വീട്ടുകാർക്ക് അത്ര നന്ദനയുടെ ഇംപ്ലിമെൻറ്റേഷൻസ് ഒന്നും അങ്ങനെ അധികം പിടിക്കുന്നില്ല. കാരണം ഇവിടെ നമ്മളെ അടക്കി ഭരിക്കുമോ എന്നൊരു ഇതുണ്ട്. നമുക്ക് നോക്കാം എന്താവും. ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ലൈവ് അപ്ഡേറ്റ് വിശേഷങ്ങളുമായിട്ട് വരാം. നന്ദന പൊളിക്കും എന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും bye bye and take care.